5 മാസം കൊണ്ട് കൊടുക്കാം പോട്ട്, അല്ലെങ്കിൽ ഒരു പുല്ല് ഒരു 7 മാസം കൊണ്ട് എടുക്കും. അപ്പോൾ 1 വർഷം ആയിക്കോളും. ഓട്ടെ 7 മാസം കൊണ്ട് ഇനി ചെയ്താൽ മതി. നമ്മൾ ധൃതി പിടിക്കുന്നു. അല്ലാതെ ഫസ്റ്റ് പ്രൈസ് അടിച്ച് ആക്കോ അല്ലെങ്കിൽ സെക്കൻഡ് പ്രൈസ് അടിച്ച് ആക്കോ മാത്രമല്ല അവിടെ കൊടുക്കുന്നത്. അത് വേറൊരു കാര്യം. ഓക്കെ, അത് ഞാൻ കാണിക്കാം. പിന്നെ എൻ്റെ ലെവൽ 2 ലെവൽ 1 സർട്ടിഫിക്കറ്റ് മാസ് ഗെയിനർ ഉപയോഗിച്ചാൽ മതി. നല്ല റിസൾട്ട് ആട്ടോ. അതല്ല എല്ലാ പ്രോഡക്റ്റും, അവൻ്റെ എല്ലാ പ്രോഡക്റ്റിനും ഗെയിനിങ്ങിൻ്റെ ഷോട്ട് ഉണ്ടല്ലോ, ഗെയിനിങ്ങിൻ്റെ ഷോട്ട് ഇപ്പം MG കുറഞ്ഞ ഡോസിൽ കൊടുത്ത് എങ്ങനെ പോയാലും അതാണെങ്കിൽ തന്നെ അതും ഫുൾ ഇടായിപ്പോയി. ഞാൻ അവിടെ നിൽക്കുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിട്ട് അങ്ങനെ ഒരു സംഭവം ഇവിടെ ചെയ്യുന്നില്ല. കാരണം ഒന്ന് ആലോചിച്ച് നോക്കി, കാണിച്ചേക്കുന്നത് മൊത്തവും ചലഞ്ച് മൊത്തവും ഉടായ്പാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. ഇത്ര പെട്ടെന്ന് ചോറായോ? ഡാഡി, ഐ ആം ദ കമ്മിങ്. വേഗം വാടാ മോനെ. അയ്യോ മാക്കാച്ചി, ഓടിക്കോ. എന്താടാ സംഭവം? പോയി നോക്കടാ, നിന്നെ വിളിക്കുന്നു. അത് ശരി, എന്നായിരുന്നു വിളിച്ചേ? എന്നാ പറയണ്ടേ? ഡാഡി ചോറായോ? അയ്യോ പൂച്ചാണ്ടി, ഓടിക്കോടാ. ഇങ്ങനെ പേടിക്കാതെടാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നാട് വിട്ടു പോയ സൽമാനെ എവിടെ നിന്നൊക്കെയോ തപ്പിപ്പിടിച്ച് വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ്. നാട് വിട്ടൊന്നും പോയിട്ടില്ലെന്ന് എനിക്കറിയാം. സൽമാൻ അവിടെ തന്നെ ഉണ്ട്. യാസർ നിൽക്കുന്ന ഏരിയയിൽ തന്നെ സൽമാൻ ഉണ്ട്. ഒരു മാസം റമദാനും അല്ലെങ്കിൽ മറ്റുള്ള ചിലപ്പം ജോലി തിരക്കുമായിട്ടൊക്കെ മാറി നിന്നായിരിക്കാം. അതിന് നാട് വിട്ടെന്നും പറഞ്ഞ് ഒരു ഇതങ്ങോട്ട് അടിച്ചിറക്കി 2 മാസത്തെ ചലഞ്ച് പറഞ്ഞിട്ട് ഇതുപോലെ ഇതിപ്പം 3-4 മാസം കഴിഞ്ഞ് ഇപ്പം സൽമാനെ വീണ്ടും എവിടുന്ന് പൊക്കി എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് യാസർ. ഇനി എന്തിനാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഈ ചലഞ്ച് വീണ്ടും 2 മാസം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇനി സൽമാനെ വെച്ചിട്ട് ഇനി ഇത് ചെയ്യാനാണോ ഒന്നും അറിയത്തില്ല. എന്തായാലും സൽമാൻ വന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും കാണാം ഇനി എന്താവും അവസ്ഥയെന്ന്. സൽമാൻ്റെ അവസ്ഥ ഇനി എന്താവും. നാട് വിട്ടുപോയ സൽമാനെ വീണ്ടും പിടിച്ചു കെട്ടി എവിടെ നിന്നൊക്കെയോ കൊണ്ടുവന്ന് വീണ്ടും പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. 2 മാസം കൊണ്ട് സൽമാനെ ഏതോ റൂണി കോളമനോ അല്ലോ അർണോൾഡ് ഷെസ്നഗറോ ജെയ് കാൾട്ടറോ ഒക്കെ ആക്കാന്ന് പറഞ്ഞിട്ട്, പക്ഷെ അത് സൽമാൻ്റെ പൊടി പോലും കണ്ടില്ല. ഏകദേശം 3-4 മാസമായിട്ട് പോലും സൽമാൻ്റെ ഒരു വിവരവുമില്ല. പിന്നെ ഒരു വീഡിയോയിൽ വന്നിട്ട് യാസർ പറയുന്നുണ്ട്, സൽമാനെ ഇനി ആരും അന്വേഷിച്ച് വരണ്ട, ആ പാപം പോയി, ആ പാപം രക്ഷപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും വിചാരിച്ചു, ഓഹോ, അത് എങ്ങനെ എവിടെയെങ്കിലും പോയി വേറെ ഏതെങ്കിലും ജിമ്മിൽ പോയി മാനം മര്യാദയ്ക്കായിട്ട് നല്ലതുപോലെ വർക്കൗട്ട് ചെയ്ത് നല്ലൊരു ട്രെയിനറിൻ്റെ കീഴിൽ വർക്കൗട്ട് ചെയ്യട്ടെന്ന് ഞാനും വിചാരിച്ചു കേട്ടോ. ഞാനും അങ്ങനെ ഒരു സന്തോഷം, ഒരാളെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് വീണ്ടും സൽമാനെയും പൊക്കിയെടുത്തുകൊണ്ട് വീണ്ടും വരുന്നത്. 2 മാസം കൊണ്ട് നാച്ചുറൽ ബോഡി ബിൽഡ് ചെയ്യാമെന്നൊരു സൽമാനെ വെച്ചിട്ട് നല്ലൊരു ബോഡി ബിൽഡ് ചെയ്ത് കാണിക്കൂടാന്ന് പറഞ്ഞിട്ട് വാശി ഇത് ചലഞ്ച് ചെയ്ത ആളുണ്ടല്ലോ. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് എന്നെയും നിനക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ കാണിക്ക്, ട്രോഫി ഉണ്ടെങ്കിലേ കാണിക്ക്, തേങ്ങ ഉണ്ടെങ്കിലേ കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു യാസർ. അപ്പം കോമ്പറ്റീഷൻ ഇറങ്ങി ഒരു കോമ്പറ്റീഷൻ ബോഡി ബിൽഡിങ്ങിൽ ഒരു കോമ്പറ്റീഷനൊട്ട് ഇറങ്ങി പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പ്രോത്സാഹന സമ്മാനമായിട്ട് എല്ലാവർക്കും കൊടുക്കും. കോമ്പറ്റീഷൻ സർട്ടിഫിക്കറ്റ്, പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റും ട്രോഫിയും. അല്ലാതെ ഫസ്റ്റ് പ്രൈസ് അടിച്ചാക്കോ അല്ലെങ്കിൽ സെക്കൻഡ് പ്രൈസ് അടിച്ചാക്കോ മാത്രമല്ല അവിടെ കൊടുക്കുന്നത്. അത് വേറൊരു കാര്യം. ഓക്കെ, അത് ഞാൻ കാണിക്കാം. പിന്നെ എൻ്റെ ലെവൽ 2 ലെവൽ 1 സർട്ടിഫിക്കറ്റും കോമ്പറ്റീഷൻ ഇറങ്ങിയ സർട്ടിഫിക്കറ്റും ആ ട്രോഫിയും മെഡലും എല്ലാം കാണിക്കാം. പക്ഷെ അതിന് ഈ പറഞ്ഞ പോലെ വെറുതെ ഞാൻ കാണിക്കത്തില്ല. ആദ്യം വെല്ലുവിളിച്ച് ചലഞ്ച് ഏറ്റെടുത്ത് ചെയ്ത് കാണിക്കുകയെന്നുണ്ടെങ്കിൽ 2 മാസം കൊണ്ട്, ഇനി സൽമാൻ വന്നല്ലോ വീണ്ടും 2 മാസം തരുവാണ്. 2 മാസം കൊണ്ട് സൽമാനെ ഒരു നല്ലൊരു ബോഡി സെറ്റാക്കി കാണിക്കുകയെന്നുണ്ടെങ്കിൽ ആ ചലഞ്ച് അതൊരു ചലഞ്ചായിട്ട് ഞാൻ എടുക്കാൻ തയ്യാറാണ്. ഞാനും അത് കാണിക്കാം, എല്ലാം കാണിക്കും, കുഴപ്പമില്ല കേട്ടോ. അപ്പം എന്നിട്ട് ഒരുപാട് ചലഞ്ച് ചെയ്ത്, വേറെ ഇഷ്ടംപോലെ ചലഞ്ച് ചെയ്ത് കേട്ടോ. ഡംബൽ കീളടിക്കുന്ന ചലഞ്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 50 kg ഡംബൽ കീളെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പൗണ്ട് LBS എടുത്ത് വെച്ചിട്ട് വർക്കൗട്ട് ചെയ്ത് എല്ലാവരെയും പറ്റിച്ചൊരു പരിപാടി ഉണ്ടായിരുന്നു. ഫുള്ള് ഉടായ്പായിരുന്നു. ഫുള്ള് ഉടായ്പ എന്ന് പറഞ്ഞാൽ യാസർ ഫുള്ള് ഉടായ്പാണ് കാണിക്കുന്നത്. ആ ജിമ്മിൽ എനിക്ക് തോന്നുന്നു, യാസർ വർക്ക് ചെയ്യുന്ന ജിമ്മിൽ ഞാനും അബുദാബിയിൽ കുറേ ഒരു 4-4.5 കൊല്ലം ഉണ്ടായിരുന്നു. യാസർ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഞാനും ഉണ്ടായിരുന്നു. ആ എയർപോർട്ട് റോഡിലാണെന്ന് തോന്നുന്നു ഈ ഫ്ലെക്സ് ജിം എന്ന് തോന്നുന്നു കേട്ടോ, എയർപോർട്ട് റോഡ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പം ഈ ജിമ്മ് യാസർ എന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പഴയ ജിമ്മാണ്. ശരിയാണ്, പഴയ ജിമ്മാണ്. അവിടെ പഴയ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്, പണ്ടത്തെ ക്ലാസിക് ആയിട്ടുള്ള ഡംബിൾസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ആ ജിമ്മിനകത്ത് വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, കൂടുതലും വെയിറ്റിന് പകരം പൗണ്ടാണ്. എല്ലാ വെയിറ്റും പൗണ്ടാണ്, LBS ആണ്.
സംശയം ഉണ്ടെങ്കിൽ അബുദാബിയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എയർപോർട്ട് റോഡിൻ്റെ അവിടെ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് ചെന്ന് ആ ഫ്ലെക്സ് ജിമ്മിൽ കയറി ഒന്ന് നോക്കിയാൽ മതി. അവിടുത്തെ വെയിറ്റുകൾ കൂടുതലും കെ ജികളാണോ പൗണ്ടുകളാണോ ആന്ന് നിങ്ങളൊന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ. ഞാൻ പറയുന്ന ഉള്ളയാണോ കള്ളമാണോ എന്ന്. ഓക്കെ, അപ്പം ഞാൻ എപ്പോഴെങ്കിലും ഇൻഷാല്ല എപ്പോഴെങ്കിലും എയർപോർട്ടിൽ അബുദാബിയിൽ എത്തുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ജിമ്മിൽ കയറി യാസറിൻ്റെ ജിമ്മിലോട്ട് പോകുന്നുണ്ട്, യാസറിനെ കാണുന്നുണ്ട്, അവിടുത്തെ വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്, അവിടുത്തെ ട്രെയിനികളൊക്കെ അല്ല അവിടുത്തെ വർക്കൗട്ട് ചെയ്യാൻ വരുന്ന ആൾക്കാരുടെ അവസ്ഥകളൊക്കെ എനിക്കൊന്ന് കാണണമെന്നൊക്കെ ഉണ്ട് കേട്ടോ, എപ്പോഴെങ്കിലും ഇനി അബുദാബിയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പം ഉടായ്പ വീഡിയോ, ഡമ്പൽ അടിക്കുന്ന ഉടായ്പ വീഡിയോ ഉണ്ടായിരുന്നു, അതും പൊക്കി, കൈയോടെ പൊക്കി. അപ്പം ഇതിനൊന്നും എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ ഇത് അങ്ങനെ അതല്ല ഇതല്ല സത്യം ഇതാണ് അല്ലെങ്കിൽ ഇതൊന്നും ഒരു വീഡിയോ ഇന്ന് ചെയ്തിട്ടില്ല. അതിലൂടെ മനസ്സിലാക്കാമല്ലോ ഫുൾ ഉടായ്പാണെന്ന്. ഇപ്പം 2-3 ദിവസം മുമ്പ് നോക്കിയപ്പോഴത്തേക്ക് സപ്ലിമെൻറ്റ് ഷോപ്പിലെ ഒരു വീഡിയോ ഉണ്ട് അബുദാബിയിൽ കേട്ടോ. സപ്ലിമെൻറ്റ് ഷോപ്പിൽ പോയിട്ട് സപ്ലിമെൻറ്റ്സിനെ പറ്റിയിട്ട് പരിചയപ്പെടുത്താന്ന് പറഞ്ഞ് പോയിട്ട് അവിടെ ചെന്നിട്ട് അവിടെ നിൽക്കുന്ന ആളോട് ചോദിക്കുവാണ് ഇതെന്ത് സംഭവം, ഇതെന്ത്. ഒരു സർട്ടിഫൈഡ് ട്രെയിനറാണ്, ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനിൽ ഇറങ്ങിയിട്ടുള്ള ഒരാളാണെന്ന് പറയുന്നത്, സ്വയം പറയുന്ന ഒരാളാണ്. അവിടെ ചെന്നിട്ട് ഇതെന്തിനുള്ളയാണെന്ന് ചോദിച്ച് അവിടെ നിൽക്കുന്ന ആർക്കും ഒരു മണ്ണാങ്കട്ട അറിയത്തില്ല. ആ വീഡിയോ കണ്ട് നേരത്തെ എനിക്ക് തോന്നുന്നു ഈ ആസർ ഇടുന്ന വീഡിയോയ്ക്ക് മുമ്പ് വരെ അവിടെ കുറച്ചാളെങ്കിലും കയറുമായിരിക്കും. ആ വീഡിയോ കണ്ടിട്ട് ഒട്ടും ആൾക്കാർ കയറത്തില്ല, കാരണം പുള്ളിക്കും അറിയത്തില്ല ഇത് എന്തിനൊക്കെ ഉള്ളതാണ്, ഇത് എന്തിനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്, ഡീറ്റെയിൽസ് ആയിട്ട് പോലും. എന്നാൽ യാസറെ നീ ആ വീഡിയോയിൽ നീയെങ്കിലും ഒന്ന് പറയണ്ടേ ഈ സപ്ലിമെൻറ്റ് എന്തിനാണ്, ഇതെന്തോ, ഇതിൻ്റെ ഗുണം എന്താണ്, ഇത് എപ്പോഴാണ് എടുക്കേണ്ടത്. ചുമ്മാ ഒരു 3-4 സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ട് ഈ പ്രീ വർക്കൗട്ട് കൊള്ളാം, ആ പ്രീ വർക്കൗട്ട് കൊള്ളാം. ഇതിപ്പം അത് കണ്ടിട്ട് എനിക്ക് തോന്നി എന്താണെന്നറിയോ, കെവിൻ ലെവറോൻ്റെ ഒരു പ്രൊമോഷൻ ഉണ്ടല്ലോ, കെവിൻ ലെവറോൻ്റെ സപ്ലിമെൻറ്റിൻ്റെ ഒരു പ്രൊമോഷൻ ആയിട്ടാണ് എനിക്ക് തോന്നി സംഭവം. കെവിൻ ലെവറോൻ്റെ സപ്ലിമെൻറ്റ്സ് പ്രോട്ടീൻ ആയിക്കോട്ടെ, അമിനോ ആസിഡ്സ് ആയിക്കോട്ടെ, അതുപോലെ പ്രീ വർക്കൗട്ട് എന്താണെങ്കിലും സംഭവം മാരക റിസൾട്ട് തന്നെയാണ്, സൂപ്പർ സപ്ലിമെൻറ്റ്സ് തന്നെയാണ് കേട്ടോ. അതിൽ ഞാൻ പറയുന്നില്ല, ഞാൻ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ അനബോളിക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ കെവിൻ ലെവറോണിയുടെ അനബോളിക് മാസ് ഗെയിനർ ഉപയോഗിച്ചാൽ മതി, നല്ല റിസൾട്ട് കേട്ടോ. അതല്ല എല്ലാ പ്രോഡക്റ്റും, അവൻ്റെ എല്ലാ പ്രോഡക്റ്റും കെവിൻ്റെ എല്ലാ പ്രോഡക്റ്റും നല്ല അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. അതിൽ ഞാൻ അംഗീകരിച്ചിരുവാണ്. പക്ഷേ അവിടെ ഒരു പ്രൊമോഷനാണ് നടക്കുന്നത്. അത്രയും മസിൽ ടെക്ക്, ഡയമറ്റൈസ്, മറ്റേ USN എല്ലാം പ്രോസപ്സ് എല്ലാ ബ്രാൻഡിൻ്റെ സപ്ലിമെൻറ്റ്സും അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് കെവിൻ ലെവറോണിൻ്റെ സപ്ലിമെൻറ്റ്സ് മാത്രം അവിടെ എടുത്ത് വെച്ചിട്ട് പ്രൊമോഷൻ ചെയ്യുവാണ്. ആ വീഡിയോ കണ്ടിട്ട് നാളെ നോക്കിക്കോണേ, ആ സ്റ്റോറിൽ വേറെ ഒരു സപ്ലിമെൻറ്റ്സും പോത്തില്ല. അങ്ങനെയാണെന്നില്ല കേട്ടോ. അങ്ങനെ ഒരു പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റോറിൽ അവിടെ നിൽക്കുന്ന എല്ലാം നല്ലതാണെന്ന് പറയണം. കാരണം ഒരു ബ്രാൻഡിനെ മാത്രം ഫോക്കസ് ചെയ്ത് സംസാരിച്ച പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അങ്ങനെ അപ്പം ഞാൻ ഇത് കണ്ടിട്ട് എൻ്റെ അബുദാബിയിൽ എനിക്ക് കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. ഞാൻ 4-4.5 കൊല്ലം അവിടെയാണ് വർക്ക് ചെയ്തത്. അപ്പം അവിടെ അടുത്ത് ഈ ഷോപ്പിൻ്റെ അടുത്ത് ഉള്ള 1-2 പേരോടൊന്ന് ചോദിച്ചു 70% ഡിസ്കൗണ്ട് കിട്ടും യാസറിൻ്റെ പേര് പറഞ്ഞാൽ, പോയി ഒന്ന് നോക്കുമെന്ന് ചോദിച്ചു. അങ്ങനെ അവർ പോയി നോക്കിയിട്ട് പറഞ്ഞ് എൻ്റെ പൊന്നളിയ കടയിൽ നിന്ന് ഓൺലൈനിൽ കിട്ടുന്നതിനേക്കാളും ഡബിൾ വില കൂട്ടിയിട്ടാണ് 70% എന്ന് പറഞ്ഞ് കൊടുക്കുന്നതെന്ന് പറഞ്ഞ്. പിന്നെ എന്ത് വില കുറവാണെന്ന് അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞ്. അപ്പം 70% ഡിസ്കൗണ്ട് കിട്ടുമെന്ന് പറഞ്ഞ് പോയിട്ട് അവിടെ ചെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഇതുപോലെ. അപ്പം വില എല്ലാവരും നോക്കിയപ്പോഴത്തേക്ക് എന്താണ്, സാധാരണ നോർമലി അവിടെ സപ്ലിമെൻറ്റ്സ് വിൽക്കുന്ന കടകളിലും എല്ലാത്തിലും കൊടുക്കുന്ന അതേ റേറ്റിൽ തന്നെയാണ് ആ പ്രോഡക്റ്റിൻ്റെയും വിലയെന്ന് പറയുന്നുണ്ട്. 1-2 ദിർഹത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിപ്പോൾ മിക്കുള്ള കടകളിലും കാണുമല്ലോ. 1 ദിർഹം, 2 ദിർഹം, അല്ലെങ്കിൽ ഒരു 5 ദിർഹം പോട്ടെ, ഒരു 10 ദിർഹം കുറച്ച് എങ്ങനെയെങ്കിലും സപ്ലിമെൻറ്റ്സ് ചിലവാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അതുപോലെ അബുദാബിയിൽ ഞാൻ സപ്ലിമെൻറ്റ്സ് എടുത്തുകൊണ്ടിരുന്ന ഒരു ഷോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ പഞ്ച് എന്ന് പറഞ്ഞൊരു ഷോപ്പാണ്. യാസറിനെ അറിയായിരിക്കും, പവർ പഞ്ചിൽ അവനെ അറിയായിരിക്കും. പവർ പഞ്ചിൽ നിന്നാണ് ഞാൻ സപ്ലിമെൻറ്റ്സ് എടുത്തുകൊണ്ടിരിക്കുന്നതും. അവിടെ നിന്ന് എനിക്ക് ഒരുപാട് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അതിൻ്റെ എനിക്ക് എൻ്റെ കയ്യിലുണ്ട്. അവിടുത്തെ അവരെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് തന്നിട്ടുള്ള ജേഴ്സി, ടീഷർട്ട്, അതിൻ്റെ ഇതൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഞാൻ. അല്ലെങ്കിൽ യാസർ പറയും ഞാൻ ചുമ്മാ തള്ളി മറിക്കുവാണ്, അല്ലെങ്കിൽ ഞാൻ ഉടായ്പാണ് പറയുന്നത് യാസർ വിചാരിക്കും കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. കണ്ട
ഇതാണ് പവർ പഞ്ച്. അബുദാബിയിലെ നല്ല അത്യാവശ്യം നല്ല സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്ന ഷോപ്പാണ്. എന്താ അവർ ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് തന്നുകൊണ്ടിരുന്ന ഗിഫ്റ്റുകളൊക്കെയാണ് കേട്ടോ. ഞാൻ അവിടെ നിന്നായിരുന്നു സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കുന്നത്. നല്ല ജെന്യൂൻ ആയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് ഒക്കെ കിട്ടുന്നൊരു ഷോപ്പ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഉണ്ട്. അപ്പോൾ എവിടെ ഈ പറയുന്ന പോലെ എവിടെ നിന്ന് ഓർഡർ ചെയ്താലും അവർ സാധനം വീട്ടിലെത്തിച്ച് നമ്മളെ കയ്യിലെത്തിച്ച് തരും കേട്ടോ. അപ്പം അങ്ങനെ സപ്ലിമെൻറ്റ്സിൻ്റെയൊക്കെ ഒരു ഇതും കണ്ടായിരുന്നു. അപ്പോൾ അതും ഉടായിപ്പാ, അതും ഫുൾ ഉടായിപ്പോയി. ഞാൻ അവിടെ നിൽക്കുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇവിടെ ചെയ്യുന്നില്ല. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പം ഒരു കടയിൽ ചെന്നിട്ട് ഇത്ര ഡിസ്കൗണ്ടിൽ അല്ലെങ്കിൽ 70% 20% ഡിസ്കൗണ്ടിൽ കുറച്ചിട്ട് സാധനം തരുമെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ആ കടക്കാർക്ക് അവിടെ കടയും തുറന്ന് വെച്ചേക്കുന്ന മോലാളി പിന്നെ എന്തിനാണ് അത് കൊണ്ടു നടക്കുക? അല്ലെ പിന്നെ അവരെ കൊണ്ടിട്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവണം. നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ആ വീഡിയോ കൊണ്ടിട്ട് എന്തെങ്കിലും അവർക്കൊരു ഗുണം ഉണ്ടാവണം. ഉണ്ടായാൽ മാത്രമേ അവരെ പ്രോഡക്റ്റ് ഇത്ര ശതമാനം കുറച്ച് കൊടുക്കാൻ അവർ തയ്യാറാവും. അത് വേറൊരു കാര്യം. ഓക്കെ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേറെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഗീവ് അവേ ആയിട്ട് വരുന്നുണ്ട്. ഗിവ് അവേ ആയിട്ട് വരുന്നത് 5K അടിച്ചു കഴിഞ്ഞാൽ ഗിവ് അവേ കൊടുക്കുമെന്നാണ് പറഞ്ഞപ്പോൾ 5K ഒക്കെ മേളിലായി വീഡിയോ ഞാൻ നോക്കിയായിരുന്നു. അപ്പം അതും പോയി, അതും ലോക ഉടായിപ്പ്. ലോക ഉടായിപ്പ്. അത് ഇനി ആർക്ക് കൊടുക്കുമെന്ന് അറിയാം. ചിലപ്പോൾ ആ ജിമ്മിൽ ആരെങ്കിലും പിടിച്ച് കമൻറ്റ് ഇടിപ്പിച്ചിട്ട് അതിന് ആ ജിമ്മിൽ വരുന്നവരെ കൊണ്ട് കുറേ ലൈക്ക് അടിപ്പിച്ചിട്ട് അവിടെ കഴിഞ്ഞ് ചിലപ്പം അത് ആർക്കെങ്കിലും കൊടുക്കുന്നതായിട്ട് ചിലപ്പം കാണിക്കും. അങ്ങനെയുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ജിമ്മ് എന്തിനാ മറ്റുള്ളവർ കൊടുക്കുന്നത്? സൽമാൻ തന്നെ കൊടുത്തൂടെ? സൽമാൻ തന്നെ കൊടുത്ത് താണ്ടെ ഇപ്പോൾ സൽമാൻ തിരിച്ചു എന്ന് പറഞ്ഞിട്ട് ആ പാവത്തിനെ കൊണ്ട് ക്യാഷ് പേ ചെയ്യിപ്പിക്കുന്ന ഇതിനകത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സൽമാൻ കൊടുത്തൂടെ? ആ ഫ്രീ ആയിട്ട് സപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ ആ ജിമ്മിൽ എത്ര പേരുണ്ട്? അവിടെ വർക്കൗട്ട് ചെയ്ത് ആർക്കെങ്കിലും കൊടുത്തൂടെ? ഗിവ് അവേ ആയിട്ട് എന്തെങ്കിലും കൊടുത്തൂടെ? അപ്പം വീഡിയോയുടെ മുമ്പിൽ വന്ന് കാണിക്കുന്ന ഫുള്ള് ഉടായ്പാണ്. ഫുള്ള് ഉടായ്പ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ ഉടായ്പാണ് യാസർ കാണിക്കുന്നത്. ഈ സൽമാനെ വെച്ച് വീണ്ടും ചലഞ്ച് ചെയ്യുവാണെങ്കിൽ അതിന് ഞാനും തയ്യാറാണ്. കാരണം എൻ്റെ ഒരു പയ്യനുണ്ട്. കാരണം നമ്മളെ ഇവിടുത്തെ ജിമ്മിൽ, നാട്ടിലെ ജിമ്മിൽ നമ്മളൊരു അനിയൻ വരുന്നുണ്ട്. അപ്പം അവൻ നാച്ചുറലായിട്ട് അവൻ ബോഡി ബിൽഡ് ചെയ്യുന്ന പയ്യനാണ്. നാച്ചുറലായിട്ട് നല്ല രീതിയിൽ ഫുഡ് കഴിച്ച് നല്ല ട്രെയിൻ ചെയ്ത് നല്ല റെസ്റ്റ് കൊടുത്ത് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുന്ന ഒരു പയ്യനാണ്. അവനെ വെച്ചിട്ട് ഞാനും ചലഞ്ച് ചെയ്യാൻ തയ്യാറാണ്. ആസറെ 2 മാസമെങ്കിൽ 2 മാസം, 3 മാസമെങ്കിൽ 3 മാസം, നീ പറയുന്ന കാലയളവിൽ സൽമാനെക്കാളും ഇരട്ടി മസിലിൽ, ഇരട്ടി ബോഡിയിൽ, ഇരട്ടി കണ്ടീഷനിൽ ഞാൻ നാച്ചുറലായിട്ട് കേട്ടോ, നാച്ചുറലായിട്ട് ഞാൻ അവനെ വെച്ചിട്ട് ഞാനും ചലഞ്ച് ചെയ്യാൻ തയ്യാറാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം എനിക്ക് തോന്നുന്നു ഈ ചുമ്മാ ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് സമയം കളയുന്നതല്ല, അത് ചലഞ്ചൊന്നും നടക്കുന്നില്ല. ഈ ആസർ ഫുള്ള് ഉടായ്പ രീതിയിൽ അതും ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ചുമ്മാ ആൾക്കാരെ പറ്റിക്കുവാണ്. എന്ന് വെച്ചാൽ പൊട്ടനാക്കുന്ന രീതിയിലാണ് ഒരു ചലഞ്ച്. ഇതുവരെ ഇപ്പം ബൈസെപ്പ് സ്കെയിൽ ചെയ്യുന്ന അതിനകത്ത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് 50 kg ഒക്കെ എടുത്തിട്ട് അടിച്ച് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുക. 50 kg ഇപ്പം യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മതി. കെവിൻ ലെവറോണി അതുപോലെ അങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പം ഇപ്പം ബോഡി ബിൽഡേഴ്സ് ആയിട്ടുള്ള അവർ പോലും 50 kg ഡംബൽ എടുത്തിട്ട് അത്രയും നല്ല സ്ട്രെയിൻ ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അത്രയും നല്ല രീതി ഹാർഡായിട്ടൊക്കെയാണ് അവർ ചെയ്യുന്നത്. യാസർ 50 kg ഒക്കെ എടുത്ത് സിമ്പിളായിട്ടാണ് അടിക്കുന്നത്. എന്ത് സത്യം പറഞ്ഞാൽ ഭയങ്കര കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ, ബൈസെപ്സുകൾ അടിച്ച് വീഡിയോ കാണുമ്പോഴത്തേക്ക്. അപ്പം ചലഞ്ചിന് റെഡി ആണെങ്കിൽ ഞാനും ചലഞ്ചിന് റെഡിയാണ് യാസറെ കേട്ടോ. അപ്പം എന്നെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പറയുന്നത്. ട്രോഫിയും പൂമാലയും ബൊക്കെയൊക്കെ എടുത്ത് കാണിക്കടാന്ന് പറഞ്ഞിട്ടൊരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇങ്ങനൊരു സമയത്തിന് വേണ്ടിയിട്ടാണ് ഞാനും കാത്തിരുന്നത് കേട്ടോ. ഞാനപ്പം കുറേ കാര്യങ്ങൾ യാസറിൻ്റെ ഉടായ്പ പൊളിച്ചടുക്കി ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെന്തെങ്കിലും ഒരു തെളിവ് കാണിച്ചു തരുമോ, അതാണ് വേണ്ടുന്നത്. അങ്ങനെ ആണെങ്കിൽ ഞാനും ഈ പറയുന്ന പോലെ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഞാനും വെല്ലുവിളിച്ച കാര്യം ഞാനും ക്യാമറയുടെ മുമ്പിൽ, വീഡിയോയുടെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിക്കാം. കാരണം ഇതൊന്നും ക്യാമറയുടെ മുമ്പിലോ അല്ലെങ്കിൽ വീഡിയോയുടെ മുമ്പിലോ കാണിച്ചിട്ടല്ല നമ്മളെ അറിവ് നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യേണ്ടത്. ക്യാമറയുടെ മുമ്പിൽ എനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്, പൂമാലയുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും ഇപ്പം ഡ്രൈവിംഗ് സ്കൂളിൽ പോകുന്ന വണ്ടി ഓടിക്കാൻ അറിയാത്തവർക്കാണ് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഡ്രൈവിംഗ് സ്കൂളിൽ വണ്ടി ഓടിക്കാൻ അറിയാത്ത ആൾക്കാർക്കാണ് ഫസ്റ്റ് പോകുമ്പോഴത്തേക്ക് പാസ്സാക്കി വിടുന്നത്. ഡ്രൈവിംഗ് അറിയാവുന്ന ആൾ ഫെയിലായും പോകും. അതേപോലെയാണ് ഇപ്പോൾ ഈ യാസറിൻ്റെ അവസ്ഥയും. കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കൊടുത്തെന്ന് പറയത്തില്ലേ, അതേ അവസ്ഥയാണ്. ഇപ്പം തന്നെ സൽമാന് 2 മാസം കൊണ്ട് സൽമാൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീൻ ബോഡിയാണ്. ആ ബോഡി ഗെയിൻ ആക്കണമെങ്കിൽ
എന്തുമാത്രം കഷ്ടപ്പാടുണ്ടെന്നറിയോ. ഈ പറയുന്ന പോലെ സപ്ലിമെന്റ്സ് ഒക്കെ പോയാൽ മാത്രമേ അത് നല്ല ഗെയിൻ ആവൂ. ഈ പറയുന്ന പോലെ കാർബോഹൈഡ്രേറ്റ് വേണം ഫുഡിൽ നിന്ന്. അത്ര കാർബോഹൈഡ്രേറ്റ് കിട്ടത്തില്ലെങ്കിൽ ഫുഡിൽ നിന്ന് അപ്പം എനിക്ക് തോന്നുന്നു സൽമാൻ അവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അത്രയും കാർബോഹൈഡ്രേറ്റ് ഫുഡിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. അതും ലീൻ ഇപ്പം ലീൻ ബൾക്കായിരിക്കണം. ചുമ്മാ വാരി കാർബോഹൈഡ്രേറ്റ് എല്ലാം കൂടെ വേരി കഴിച്ചു കഴിഞ്ഞാൽ ഓവറായിട്ടുള്ള ബോഡിയിൽ ഫാറ്റ് കയറി ബോഡി ഓവറായിട്ടുള്ള പൊണ്ണത്തടിയായി പോകും. അപ്പോൾ എനിക്ക് തോന്നുന്നു ലീൻ മാസ് കയറ്റാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ കെവിൻ ലെവറോണിയുടെ അനബോളിക് മാസ്, അത് ലീൻ മാസാണ്. അപ്പോൾ അതുപോലുള്ള ഗെയിനറും അതുപോലുള്ള സപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുത്ത് മാത്രമേ ആ ബോഡി ഒന്നും കൂടെ ഒന്ന് ഇതാക്കാൻ പറ്റൂ, പിക്കപ്പ് ആക്കാൻ പറ്റൂ, കുറച്ചൊന്ന് ഗെയിൻ ആക്കി എടുക്കാൻ പറ്റൂ, വെയിറ്റ് ഗെയിൻ ചെയ്തുകൊണ്ട് വരാൻ പറ്റൂ. പിന്നെ 2 മാസം കൊണ്ട് ബോഡി ബിൽഡ് ചെയ്യുന്നൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാസം കൊണ്ടൊന്നും ആ ബോഡിക്കകത്ത് ബിൽഡിങ് നടക്കത്തില്ല, മസിൽ ഗെയിനിങ്ങും നടക്കത്തില്ല. അത് വേറെ കാര്യം. അതിനകത്ത് സ്റ്റീറോയിഡ് ഒന്നെങ്കിൽ ഡൈനാബോൾ കൊടുക്കണം ആ ബോഡിക്ക്, ഡൈനാബോളോ അല്ലെങ്കിൽ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷനോ. ഇപ്പം ഗെയിനിങ്ങിൻ്റെ ഷോട്ട് ഉണ്ടല്ലോ, ഗെയിനിങ്ങിൻ്റെ ഷോട്ട് ഇപ്പം mg കുറഞ്ഞ ഡോസിൽ കൊടുത്ത് എങ്ങനെ പോയാലും അതാണെങ്കിൽ തന്നെ ഒരു 45 ദിവസം പിടിക്കും. 45 ദിവസം അതാണെങ്കിലും പിടിക്കും. അപ്പോൾ അത്രയും ബോഡി ഒന്ന് ഗെയിൻ ആക്കണമെങ്കിൽ തന്നെ 2 മാസം പിടിക്കും. പിന്നെ ഒന്ന് നമ്മളെ മസിലിൻ്റെ ഒരു ഡെവലപ്പിംഗ് ഒക്കെ ഷേപ്പൊക്കെ ചെയ്ത് വരണമെങ്കിൽ തന്നെ എങ്ങനെയുള്ള സമയം പിടിക്കും. 2 മാസം കൊണ്ട് നടക്കത്തില്ലടോ. സ്റ്റിറോയിഡ് എടുത്താൽ പോലും 2 മാസം കൊണ്ട് നടക്കത്തില്ല. അത് വേറൊരു കാര്യം. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ വന്നിട്ട് എന്ത് കണ്ടിട്ടാണെന്ന് അറിയത്തില്ല ഈ 2 മാസം കൊണ്ടുള്ള ഒരു ചലഞ്ച്. യാസർ 2 മാസം കൊണ്ട് ബോഡി സെറ്റാക്കുമെന്ന് പറഞ്ഞാൽ എനിക്കറിയാൻ പറ്റത്തില്ല കേട്ടോ. ഒരു സർട്ടിഫൈഡ് ട്രെയിനറാണ് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ പാർട്ടിസിപ്പേഷൻ ചെയ്ത ഒരാളാണെന്ന് പറഞ്ഞിട്ട് എന്ത് ധൈര്യത്തിലാണ് ഇത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇപ്പം എനിക്ക് തോന്നുന്നത് സ്റ്റിറോയിഡ് കുത്തി ഒരു സ്റ്റിറോയിഡ് അടിച്ചിട്ട് ഒരു 6 മാസം കൊണ്ട് ബോഡി ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരാൾക്ക് എല്ലാവർക്കും ഇത്ര അറിവുണ്ടാവണമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിനെ പറ്റിയിട്ട്. കാരണം ഇപ്പം നാച്ചുറലായിട്ട് നമുക്ക് നാച്ചുറലായിട്ട് വർഷങ്ങളോളം ബിൽഡ് ചെയ്ത് വരുന്ന ഒരാൾക്ക് അതിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. നാച്ചുറലായിട്ട് ഇത്രത്തോളം അല്ലെങ്കിൽ ഇപ്പം ഈ അരുണ് പറയുന്നൊരു അതിലൊരു പോയിന്റ് ഉണ്ട്. കാരണം എന്ന് പറയൂ, അവൻ ഒരു കുറേ വർഷമായിട്ട് നാച്ചുറലായിട്ട് ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ബോഡി ഒന്ന് സെറ്റാക്കി എടുക്കാനും. അപ്പോൾ അവനിക്കറിയാം ബോഡിയുടെ പൊട്ടൻഷ്യൽ നാച്ചുറലായിട്ട് എവിടം വരെ ഏത് പീക്ക് വരെ മസിൽ പോകുന്നു അവനിക്കറിയാം. നേരെ മറിച്ച് ഒരു സ്റ്റിറോയിഡ് എടുക്കുന്ന ഒരാൾക്ക് ഒരു 6 മാസം കൊണ്ട് സ്റ്റിറോയിഡ് എടുത്ത് ബോഡി ബിൽഡ് ചെയ്യുന്ന ഒരാൾക്ക് അറിയത്തില്ല. നാച്ചുറലായിട്ട് വർക്കൗട്ട് ചെയ്ത് എവിടം വരെ പോകും, ഏത് സ്റ്റേജ് വരെ പോയാൽ മാത്രമാണ് എനിക്ക് ഇത്രയും മസിൽ മെമ്മറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ മസിൽ ഹൈപ്പർട്രോഫി ഇത്രയും കൊണ്ടുവരാൻ പറ്റുമെന്ന് അവനിക്കറിയത്തില്ല. പക്ഷെ നാച്ചുറലായിട്ട് ചെയ്യുന്ന ഒരാൾക്ക്, നാച്ചുറലായിട്ട് ജിമ്മിൽ പോയി ബോഡി ബിൽഡിംഗ് എന്നൊരു ഉദ്ദേശത്തോടെ പോയിട്ട് നാച്ചുറലായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഉഡായിപ്പ് ദ മാസ്റ്ററിൻ്റെ ചലഞ്ച് 2 മാസത്തെ ചലഞ്ച് ഇനി അതിൻ്റെ പൂർത്തീകരിക്കുമെന്ന് നോക്കാം. ഇപ്പം സൽമാനെ കൊണ്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പം 5 മാസം ഓൾറെഡി കഴിഞ്ഞു. ഈ ചലഞ്ച് പറഞ്ഞിട്ട് ഇപ്പോൾ 5 മാസം ഏകദേശമായി. ഇനി ഒരു 5 മാസം കൊണ്ട് കൊടുക്കാം ബോട്ട്, അല്ല ഇനി ഒരു പുല്ല് ഒരു 7 മാസം കൊണ്ട് എടുത്തു. അപ്പോൾ 1 വർഷം ആയിക്കോളും കേട്ടോ. 7 മാസം കൊണ്ട് ഇനി ചെയ്താൽ മതി. നമ്മൾ ധൃതി പിടിക്കുന്നില്ല, 2 മാസവും പിടിക്കുന്നില്ല, 3 മാസം പിടിക്കുന്നില്ല, ഒരു 7 മാസം എടുത്തു. 7 മാസം എടുത്തിട്ട് ഒന്ന് ബിൽഡ് ചെയ്തൊന്ന് കാണിച്ചാൽ മതി കേട്ടോ. 7 മാസം വരെ വെയിറ്റ് ചെയ്യാം. എന്തായാലും 5 മാസം വരെ വെയിറ്റ് ചെയ്തില്ലേ, ഇനിയിപ്പോൾ ഒരു 7 മാസം കൂടെ വെയിറ്റ് ചെയ്ത് 1 വർഷം ആക്കി തന്നേക്കുക. അതിനും തയ്യാറാണ്. അങ്ങനെയെങ്കിലും ഒന്ന് അതൊന്ന് കാണിക്കുക, ചലഞ്ച് ഏറ്റെടുത്തിട്ട്. കാണിച്ചേക്കുന്നത് ചലഞ്ച് മൊത്തവും ഉടായിപ്പാണ്. ഇപ്പം പറഞ്ഞിട്ടുള്ളത് വെയിറ്റ് പൗണ്ട് എടുത്ത് വെച്ച് kg ആന്ന് പറഞ്ഞിട്ട് ബൈസെപ്സ് സ്കെയിൽ ചെയ്ത് കാണിച്ച്, അതുപോലെ സപ്ലിമെൻറ്റ്സിൻ്റെ കുറേ പരിപാടികൾ, ഉടായ്പ പരിപാടികൾ കാണിച്ച്, ഗിവ് അവേ എങ്കിലും ഒന്ന് കൊടുക്കുന്നതെന്ന് കാണിക്കണം യാസറേ. 5K മേളിൽ പോയല്ലോ. അപ്പോൾ ഓക്കെ, എന്തായാലും ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം എന്തായാലും നോക്കാം എന്താവും സംഭവം. അപ്പം ഓക്കെ, ബൈ.